കയ്യിലുള്ള ഏക ആയുധമായ വായിൽ കിടക്കുന്ന നാക്ക് ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് ചിന്ത ചേച്ചി വിത്ത് വാഴക്കുല PhD. കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു, മറ്റത് ചെയ്യാൻ പോകുന്നു, ഈ പറയുന്നത് പോലെ പട്ടിക്ക് പെറ്റ് കിടക്കാൻ വേണ്ടി കുറെ പാലങ്ങൾ പണിത് കൂട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന, മനുഷ്യരുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിൽ എന്താണ് എടുത്ത് മറച്ചതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നമുക്കറിയാം, നാട്ടിൽ വികസനം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പണ്ടത്തെ ഒരു റോഡല്ല നമ്മളിപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാലുള്ളത്. ഒരു 6 മാസം കഴിഞ്ഞാൽ ഇതായിരിക്കില്ല. അപ്പോൾ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പം ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു നാണക്കേടും ഇല്ലാതെ പറയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡുകൾ നോക്കൂ, ഞങ്ങൾ വികസിപ്പിച്ച് അതിനെ വലിച്ച് നീട്ടി ഇനി കേരളം കടന്ന് തമിഴ്നാടും കഴിഞ്ഞ് കർണാടകയിലേക്ക് പോകും. ആ വികസനം തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ വികസനം അങ്ങ് നീളുകയാണെന്നാണ് പറയുന്നത്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. അതെ, അല്ല, അപ്പോൾ അതിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ശ്രീ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പ്രദേശങ്ങൾക്കകത്ത് വികസനം വന്നതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂവലെന്ന് പറഞ്ഞ അന്നേരം അവിടെ ഉയർന്ന ഒരു കൂവലുണ്ട്. മിണ്ടാതിരിക്കട ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്റെ ജീവനും അച്ഛനമ്മയല്ലേ. പക്ഷെ ആ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് വികസനം നടക്കുമ്പോഴും നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും അവസരം വേണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വി പാർക്ക് പോലെയുള്ള ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. യഥാർത്ഥത്തിൽ ഏക ആയുധമായിട്ടുള്ള നാക്കിട്ടടിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും നാട്ടുകാർ നല്ല രീതിയിൽ എന്ന് പറഞ്ഞ കൂവൽ എന്ന് പറഞ്ഞോണ്ടല്ലോ, ഒരു 1.5 കൂവൽ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ LDF തുടരും, നാട് വളരും എന്നുള്ളതാണ്. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ് മറുപടി പറയാനുള്ളത്? ഞാനിത് കേട്ടപ്പോൾ ചിന്താ ജെറോമിന്റെ മനസ്സിൽ തോന്നിയ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു എന്നുള്ളതല്ലാതെ സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോൾ ആക്കരുത്. കൊല്ലം പ്രദേശത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നതിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഈ പറയുന്നതിന്റെ വിഷയത്തെക്കുറിച്ച് തന്നിയ ബോധ്യം ഉണ്ടാകും. കഴിഞ്ഞ 30 വർഷത്തെ LDFന്റെ ഭരണം ഈ ജനസദസ് വിലയിരുത്തിയിട്ട് 10ൽ 3 മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താ ജെറോം പരിശോധിക്കാൻ തയ്യാറാകും. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലത്തെ LDFന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പൊ 10 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ വാർത്തകളിലെല്ലാം കണ്ടതാണ്. ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഒരു വിശപ്പ് രഹിത നഗരമായി നമ്മുടെ നാട് മാറുന്നു. ഉലകത്തിൽ മറ്റെങ്ങുണ്ട് ഇവിടുത്തെ പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ. വയലാറെഴുതുപോലെ. അതുകൊണ്ടാണ് കുമാരി ചിന്താ ജെറോ ഈ പൊതിച്ചോറിന്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്. ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. മരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, മരുന്നില്ലെങ്കിൽ എന്താ, പൊതിച്ചോറുണ്ടല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഇനിയിപ്പോൾ മരുന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുറിവ് വെച്ചേട്ടന് പഞ്ഞിയില്ല, മറ്റേ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് സൂചിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. എന്നാൽ പോലും നിങ്ങൾക്ക് ആശുപത്രിയിലാണ് കിടക്കുന്നതെങ്കിൽ DYFIയുടെ പൊതിച്ചോറ് കിട്ടും. വിശക്കുന്നവർക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് ചെന്നാൽ മതി, അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയാൽ അവിടെ സുഭിക്ഷമാണ് എന്ന അർത്ഥത്തിലാണ് അവരത് പറഞ്ഞത്. തെറ്റാണോ? ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പൊ ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി.
പക്ഷേ അഷ്ടമുടി ജീവനുമല്ല ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ് അഷ്ടമുടി. ഈ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 30 വർഷം നടന്നിട്ടുള്ളത്. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുവാളെടുക്കേണ്ട ലക്ഷണം. പുള്ളിക്കടയിലെ പുനരധിവാസം നടപ്പിലാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള തെറ്റായ ഇടപെടൽ, അതിന് യാതൊരു സമ്മർദ്ദവും നടത്താൻ കൊല്ലത്തിന്റെ MP തയ്യാറാകുന്നില്ല. അപ്പൊ UDF BJP ബാന്ധവമാണ് പുള്ളിക്കടയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് കാരണം. എന്റെ കുഞ്ഞ തലയ്ക്ക് അസുഖമല്ലോ മിണ്ടായി. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്ന ഭൂമിയിൽ ജീവിക്കുന്നവർ, അത് കേരളത്തിലായാലും മലയാളികളായാലും ഞങ്ങൾക്ക് വോട്ട് തരുന്നവരായാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു വേണം. അങ്ങനെയാണല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് റോൾ ഇല്ലെന്നല്ലേ പറയുന്നത്. പിന്നെ എന്തിന്? എനിക്കതാ മനസ്സിലാകാത്തത്. ചിന്ത സൂചിപ്പിച്ചു പുള്ളിക്കട കോളനിയെ സംബന്ധിച്ച്. ഞങ്ങൾ പുള്ളിക്കട കോളനിയിലെ അന്തേവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം കൊടുക്കുന്നത്? 1.5 കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. 1200 കുടുംബം, 20 പേർക്കാണ് ഒരു കക്കൂസ്. 1200 കുടുംബം ദുരിതക്കയത്തിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ മൊത്തം പിടിവിട്ടുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. മോദിയുടെ കാലത്ത് മതില് കെട്ടി പാവങ്ങളെ മറയ്ക്കുന്നു എങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അതെ, ഇവ പറഞ്ഞതാ. ഇവിടുത്തെ അതിദരിദ്രരെ തുടച്ചു നീക്കി ഒരാളുമില്ല. അതാണ് മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം. 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വയ്ക്കുകയല്ല ചെയ്തത്. അതിദരിദ്രര് കുന്നുകൂടി ഇവിടെ കിടക്കുമ്പോഴും ഞങ്ങൾ കേരളത്തെ അതിദരിദ്ര മുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അത് ചെയ്യാനുള്ള തൊലിക്കെട്ടി കാണിച്ചു പിണറായി വിജയൻ. അതാണ് വ്യത്യാസം. BJPയും LDFും തമ്മിലുള്ള വ്യത്യാസമാണ്. മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിദരിദ്രർ ഇവിടെ ഇല്ല എന്ന് നാട്ടുകാരെ വിളിച്ചറിയിക്കാൻ വേണ്ടി 17 കോടി മുടക്കി. ഇവിടെ കോടികൾ പൊടി പിടിച്ച് ആഘോഷം നടക്കുമ്പോഴും അതിദരിദ്രർ അവിടെ നിലവിളിക്കുകയായിരുന്നു. അതാണ് വ്യത്യാസം. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. എത്രമാത്രം ഈ നാടിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ്. ചിന്ത, എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? ഒരു സോളിഡ് പ്രൂഫ് ചിന്തയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുമോ? ചിന്ത, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ കിട്ടിയത് എവിടെ? എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത? കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. പറയാം. കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്രയും ഹംകളി അങ്ങാടിയിലുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മറുപടി പറയുന്ന സമയത്ത് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാ? നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഞാൻ മറുപടി പറയുന്ന സമയത്ത് ഇങ്ങനെ അസഹിഷ്ണുത പേടിയാണോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയമായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്നെ പേടിക്കമ്മിയാര് നരസിംഹറാവുക. ഇവിടെ ഇത് പാലക്കാട് തൊട്ട് തുടങ്ങിയ ഒരു തന്ത്രമാണ്. അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ BJPയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അറ്റാക്ക് ചെയ്യാൻ വന്ന ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ പാലക്കാട് തൊട്ട് തുടങ്ങിയ ഭീഷണിയാണ്. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? ഇങ്ങനെ നാട്ടുകാർ കൂവുമ്പോഴും പറയുന്നത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കായികമായിട്ട് നമ്മുടെ ആശയങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി കൂവുന്നതാണെന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന സംഭവത്തിനെ രേഖകൾ ഉൾപ്പെടെ എതിർത്താലും അതിന് മറുപടി ഇല്ല. ആ ഭീഷണി ഇനി കൊല്ലത്ത് നടപ്പിലാക്കി എടുക്കാവുന്ന BJPയുടെ പ്രവർത്തകർ അതൊരു തന്ത്രമാണ്. തന്ത്രത്തിൽ വീഴണ്ട. അവിടെ നിന്നല്ലേ ചോദിച്ചത്. ചിന്ത, എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമോ? കണ്ടുകൊണ്ടിരിക്കുന്ന
അല്ല, അത് വിട്ടേക്കോ. ഇയാൾ എന്തിനാ വെറുതെ വാളും കൊണ്ട് ചിന്ത അത് ഈ വിട്ടേക്കോ. സൗണ്ടാണ് അത് ഞാൻ പറഞ്ഞോളാം. ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒരു ചോദ്യം വരുമ്പോൾ അത് മാന്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കേണ്ട ചോദ്യമാണെങ്കിൽ നേരെ നിവർന്നു നിന്ന് ഉത്തരം കൊടുക്കാം, പക്ഷെ കയ്യിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് അയ്യോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇവരിങ്ങനെ ബഹളം വെച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? നിങ്ങളിങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നേട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കായികമായിട്ട് ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞ് തടിതപ്പാനെ നിങ്ങളെ കൊണ്ട് പറ്റുകയുള്ളൂ. കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ അമൃതാണോ, ജൽജീവനാണോ, സൗഭാഗ്യ യോജനയാണോ, ആവാസ് യോജനയാണോ, ഏത് പദ്ധതി? ഇനി കക്കൂസ് പണിയാനാണോ? ഏത് പദ്ധതി? ചിന്ത ചോദിച്ചു കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്. രേഖ കാണിച്ചു കേട്ടോ, വിവരാവകാശ രേഖ. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. വരാൻ വഴിയില്ലല്ലോ, ഒരിക്കലും. 3831 അമൃത് പദ്ധതി പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. കയ്യിന്ന് പോയടാ ചാർലി. അവരക്കമിട്ട് ഇത് വിവരാവകാശ പ്രകാരം എല്ലാവർക്കും, നാട്ടുകാർക്കെല്ലാം ഈ കിട്ടുന്ന ഫണ്ടുകളുടെയും അതിൽ എത്ര ചെലവാക്കിയെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ നിന്ന് മെഴുകാൻ? എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. ഇതൊക്കെ കൊല്ലം കോർപ്പറേഷൻ കേന്ദ്ര ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ആദ്യം തന്നില്ല എന്ന് പറഞ്ഞു, തന്നതിന്റെ തെളിവ് കാണിച്ചപ്പോ പറയാ അത് ഔദാര്യമല്ല, അവകാശമാണ്. അപ്പം അതേ ചിന്തയോട് തിരിച്ചു ചോദിക്കാമല്ലോ. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് അപ്പോൾ AK സെന്ററിൽ നിന്നും എടുത്തു കൊടുക്കുന്നല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.